JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള പരീക്ഷ ജൂലൈ 9-ാം തീയതി നടക്കാൻ പോവുകയാണ് അല്ലേ. ഇനി നമുക്ക് ഒരു 65 ദിവസം കൂടി മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു സമയമാണ് ഇനിയുള്ള ദിവസങ്ങൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിന്റെ സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് സിലബസിൽ ഉൾപ്പെടുന്നത്? എക്കണോമിക്സ് അല്ലെ, എക്കണോമിക്സ് ആണ് ആദ്യം വരുന്നത്. രണ്ടാമത് മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ കൊമേഴ്സ്, അതുപോലെ തന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് ടോപ്പിക് വരുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിന്റെ അകത്ത് നിന്ന് ഓരോ ടോപ്പിക്കിൽ നിന്നും, ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സിൽ നിന്നും 20 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ നിന്നും 20 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നും 20 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. കൊമേഴ്സിന്റെ ഭാഗത്തു നിന്ന് 20 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. GK ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നും 20 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും ഈ സിലബസിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് ആകെ 65 ദിവസമാണ് നമുക്ക് ഇനി പഠിക്കാൻ ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പഠിക്കാൻ ലഭിക്കുന്ന 65 ദിവസത്തില് ഓരോ ദിവസവും, അപ്പോൾ ആദ്യത്തെ 15 ദിവസം നമ്മൾ എന്താണ് എക്കണോമിക്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 20 മാർക്കാണ് എക്കണോമിക്സിനുള്ളത്. അപ്പോൾ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 15 ദിവസം മാറ്റി വെക്കണം. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ആവശ്യമായിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 20 ദിവസം മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകളും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് അല്ലേ. മാത്തമാറ്റിക്സും എക്കണോമിക്സും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ ആദ്യത്തെ 35 ദിവസം ഈ രണ്ട് ടോപ്പിക്കുകളും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നു. അതിന് ശേഷം കിട്ടുന്ന 30 ദിവസമാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു 10 ദിവസം കൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ കൊമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 10 ദിവസം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ GK ആൻഡ് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 10 ദിവസം കൂടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എല്ലാ ടോപ്പിക്കും ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 65 ദിവസം കൊണ്ട് നമുക്ക് ഈ മുഴുവൻ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്യാവുന്ന രീതിയിൽ ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ റാങ്ക് ഫയലിനകത്ത് ഓരോ ടോപ്പിക്കും ഞാൻ കൃത്യമായിട്ട് തന്നെ അതിന് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയാണ് റാങ്ക് ഫയലിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റൻ എടുത്തു, ആ ക്വസ്റ്റിന്റെ MCQ ടൈപ്സ് ആയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ആണ് ആൻസർ കൊടുത്തിട്ടുണ്ട്. ആൻസറിന്റെ താഴെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ അത് കൂടാതെ ആ റാങ്ക് ഫയലിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ എത്ര ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീക്കെൻഡിലെ റിവിഷൻ. അതായത് ഒരു ടോപ്പിക്ക് നമ്മളിപ്പം 7 ദിവസം, ആദ്യത്തെ 7 ദിവസം നമ്മൾ 15 ദിവസമാണ് മൊത്തം എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചല്ലേ. അതിൽ ആദ്യത്തെ 7 ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു ടോപ്പിക്കിന്റെ കുറെ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആ കവർ ചെയ്ത ഭാഗങ്ങൾ നമ്മൾ വീക്കെൻഡിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പഠിച്ച ഭാഗങ്ങൾ, അത് ഇപ്പൊ ഏത് ടോപ്പിക് ആണെങ്കിലും, എക്കണോമിക്സ് ആകട്ടെ, മാത്തമാറ്റിക്സ് ആകട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ് ആകട്ടെ, കൊമേഴ്സ് ആകട്ടെ, GK ആകട്ടെ, കറണ്ട് അഫയേഴ്സ് ആകട്ടെ, ഏത് ടോപ്പിക് ആണെങ്കിലും ആ വീക്കെൻഡിൽ നമ്മൾ റിവിഷൻ ക്ലാസ് കൃത്യമായിട്ട് ഓരോ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്, റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡിൽ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം.
എങ്ങനെയാണ് മോഡൽ എക്സാമ്പിൾ ചെയ്ത് പഠിക്കുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കിട്ടും. ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ, നിങ്ങളൊരു പേപ്പർ എടുക്കുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ 1 by 1 ആയിട്ട് ആൻസറുകൾ നിങ്ങളുടേതായ ഓപ്ഷൻ അനുസരിച്ച് ആ ഓപ്ഷൻ വായിച്ചു നോക്കി ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുന്നു. അതിനുശേഷം ആൻസർ കീ റാങ്ക് ഫയലിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ആൻസർ കീ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പഠന നിലവാരം എങ്ങനെയുണ്ട്, എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഓരോ വീക്കെൻഡിലും കൃത്യമായിട്ട് റിവിഷൻ ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും ചെയ്ത് ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിലബസിനുള്ളിൽ നിന്നുള്ള ഒരു പഠന രീതിയാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാതെ ഈ സിലബസിനുള്ളിൽ നിന്നുള്ള ഒരു പഠന രീതി മുൻപോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് യാതൊരു പ്രയാസവും ഇല്ലാതെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിസ്സംശയം നിങ്ങൾക്ക് പറയാം, ഞാൻ ലിസ്റ്റ് വന്നപ്പോൾ ടോപ്പ് റാങ്കിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയലായ റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമി വഴി ഉണ്ട്. ആ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഫയൽ മേടിക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ അക്കാഡമി വഴി ഉണ്ടാവും. കൂടാതെ ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ തന്നെ ഞാൻ എടുത്ത് നൽകുന്നതാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് യൂട്യൂബ് വഴി നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൂടാതെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ സ്റ്റഡി മെറ്റീരിയലുകൾ, റാങ്ക് ഫയലുകൾ PDF ആയിട്ടാണ് തയ്യാറാക്കുന്നത്. മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.